കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രതിപക്ഷം സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിച്ചതും നമുക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ബക്കാടി മദ്യനയം. ബക്കാടി മദ്യത്തിൻ്റെ കമ്പനിയുമായിട്ട് കരാറിലേർപ്പെട്ടു. അതിനാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2002 കാലഘട്ടത്തിലൊക്കെ ഈ ബക്കാടിയുമായിട്ട് ആദ്യമായിട്ട് ഒപ്പിട്ടത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന എം വി ഗോവിന്ദനാണെന്ന് നിയമസഭയിൽ റെക്കോർഡ് സഹിതം വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളം മദ്യത്തിലും ലോട്ടറിയിലും മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവരാണ്. മദ്യം ഉപഭോഗം കുറച്ചുകൊണ്ട് മദ്യമുക്ത കേരളം ആണ് LDFൻ്റെ നയം എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന സമയത്ത് 27 ബാർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് 1000-ൽ പുറത്ത് ബാറുകളും അതിനനുസരിച്ച് സിവിൽ സപ്ലൈസും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ ഡിസ്റ്റിലറികൾക്ക് ലൈസൻസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്നു മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത പദ്ധതി അല്ല UDF ചെയ്യുന്നത്, മദ്യത്തിൻ്റെ ഉപഭോഗം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ടെക്നിക്കലി അവർ പറയുന്നത് അവർ മദ്യത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുമ്പോൾ ഉപഭോഗം കുറയും. അത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി മുമ്പോട്ട് ഈ രീതിയിൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ ഒപ്പിട്ട പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ മന്ത്രിസഭയാണ് ഇത് നേരത്തെ പോയി ബക്കാടി കമ്പനിയായിട്ട് പോയി ഒപ്പിട്ടത്. 27 ബാർ എന്നുള്ളത് 1000-ൽ പുറത്ത് ബാറുകളാക്കി പുനഃക്രമീകരണം നടത്തിയതും ലൈസൻസ് കൊടുത്തതൊക്കെ തന്നെ LDF സർക്കാരാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ 2 പാർട്ടിക്കാരും സംസാരിക്കുന്നത് കേരളത്തിലെ പ്രത്യേക വിഭാഗം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ മുന്നോട്ട് നയിക്കുന്ന മദ്യപന്മാർക്ക് വേണ്ടി ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന മുഖ്യമന്ത്രിക്കും അവർക്ക് വേണ്ടി നേരത്തെ ഒപ്പിട്ട് വെച്ച പഴയ സർക്കാരിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളിനി എത്ര ജലപീരങ്കിയുടെ അടുത്ത് പോയി വെള്ളം നനഞ്ഞാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ നയമായിട്ട് മുമ്പോട്ട് പോകും. പഴയ ആൾക്കാർക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, പുതിയ ആൾക്കാർക്ക് കിട്ടാനുള്ളത് അവർ വാങ്ങട്ടെ. എന്തായാലും